ഇപ്പോൾ ഡോക്ടർ പി.വി. ഗംഗാധരൻ ഉണ്ട് ഒപ്പം. ശ്രീ ഗംഗാധരൻ, താങ്കളും കേട്ട് കാണും പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ. എങ്ങനെ വിലയിരുത്താം ഈ സമയത്ത് അദ്ദേഹത്തെ? ഇന്നസെന്റ് ഒരു രോഗി എന്നുള്ളതല്ല എനിക്ക് ഇരിഞ്ഞാലക്കുടക്കാരൻ, ഞാൻ പഠിച്ച അതേ സ്കൂളിലെ വിദ്യാർത്ഥി, എൻ്റെ ജ്യേഷ്ഠന്റെ സഹപാഠി, പിന്നെ മാത്രമേ രോഗിയുള്ളൂ. പക്ഷെ രോഗി അല്ലായിരുന്നു ഇന്നസെന്റ് പിന്നെ നല്ല സുഹൃത്തായിരുന്നു. അതുകൊണ്ട് ഇന്നസെന്റ് കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നസെന്റ് ഈ അവസാന സമയത്ത് വരുമ്പോൾ, അവസാനം നാളല്ല, ഇന്നസെന്റ് ഒക്ടോബർ മുതൽ പല സമയത്തും, കഴിഞ്ഞ ഒക്ടോബർ മുതൽ പല സമയത്തും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ വരും, ഒന്ന് അഡ്മിറ്റ് ചെയ്ത് കുറച്ചൊന്ന് മെച്ചപ്പെടുമ്പോൾ തിരിച്ചു പോകും. അത് ആദ്യമൊക്കെ ഒരു 2 മാസം ഒരിക്കലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മാസത്തിൽ ഒരിക്കലായി, പിന്നെ 2 ആഴ്ച കൂടുമ്പോഴായി, പിന്നെ മിക്കവാറും എല്ലാ ആഴ്ചകളും എന്ന പോലെയായി. അങ്ങനെ കുറേശ്ശെ പ്രശ്നങ്ങൾ, അതെല്ലാം കോവിഡും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഇന്നസെന്റിനെ വേട്ടയാടിയിരുന്നത്. ഇന്നസെന്റ് ക്യാൻസർ തിരികെ വന്നിട്ടില്ല. പിന്നെ 2-3 വട്ടം വന്നു. പക്ഷേ അതിന് ശേഷം ഇപ്പൊ നമ്മൾ അവസാനം കണ്ട സ്ഥലത്ത് ഇന്നസെന്റ് മരിക്കുന്നത് ക്യാൻസർ കൊണ്ടല്ല. ഇന്നസെന്റിന്റെ പ്രശ്നം മുഴുവൻ കോവിഡും അതിനോടുള്ള പ്രശ്നങ്ങളുമായിരുന്നു. അതായത് ഇന്നസെന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചത് ഇന്നസെന്റിന്റെ കോവിഡ് മൂലം ലങ്സിനുണ്ടായ പ്രശ്നമാണ്, ശ്വാസകോശത്തിനുണ്ടായ പ്രശ്നമാണ്. ഇന്നസെന്റിന്റെ മരണത്തിലേക്ക് നയിച്ചതും അത് തന്നെയാണ്. രോഗി എന്നുള്ളതല്ല, ഇതിന്റെ ഒരു ഉറ്റ സുഹൃത്ത് തന്നെയാണ്. അത് മാത്രമല്ല, നർമ്മം കലർന്ന ആ ചിരിയും ഒരിക്കലും സംഭാഷണമൊന്നും നമുക്ക് ഒരിക്കലും മായില്ല ഇന്നസെന്റിന്റെ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഇന്നസെന്റ് മരിച്ചു കിടക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരികെ വീട്ടിലേക്ക് പോരുകയാണ്. ഞാനതുകൊണ്ട് എടുത്തു പറയാറുണ്ടായത്, ഇന്നസെന്റ് മരണത്തിൽ ദുഃഖിക്കും, നമ്മളെല്ലാവരും, മലയാളികളെല്ലാം ദുഃഖിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇന്നസെന്റ് മരണം തളർത്തുന്ന ഒരു വിഭാഗമുണ്ട്, അത് ക്യാൻസർ രോഗികളാണ്. അവരുടെയൊക്കെ പ്രതീക്ഷയും അവരുടെയൊക്കെ ആ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇന്നസെന്റ് ആയിരുന്നു. ഇന്നസെന്റ് ജീവിക്കുന്നു, അതുപോലെ ഞങ്ങൾ ജീവിക്കും എന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റി ഇന്നസെന്റ് എപ്പോഴും കൊടുക്കുമായിരുന്നു, ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷെ ഇന്നസെന്റ് മരണം തീർച്ചയായും അവരെ തളർത്തും. കാരണം അവരുടെയൊക്കെ മനസ്സിലൂടെ മരണം എപ്പോഴും മുമ്പിൽ കാണും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്, ഇന്നസെന്റ് മരിക്കുന്നത് ക്യാൻസർ കൊണ്ടല്ല. ക്യാൻസറിനെ ഇന്നസെന്റിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇന്നസെന്റ് പറയും ക്യാൻസറും അതുപോലെ ഹൃദ്രോഗവും ഉണ്ടായത്, രണ്ടിനും ഇന്നസെന്റിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്നസെന്റ് അവസാനം കീഴ്പ്പെടുന്നത് കോവിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്.